എല്ലാവർക്കും നമസ്കാരം. 2025 ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷൻ്റെ സ്പോട്ട് കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. 27 ജൂലൈ 2025 സ്പോട്ട് കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാനത്തെ തീയതി. ജൂലൈ 29 സ്പോട്ട് കൗൺസിലിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. സ്പോട്ട് കൗൺസിലിങ്ങിന് പങ്കെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള IMU ക്യാമ്പസുകളിൽ നേരിട്ട് ചെല്ലണം എന്നത് ഒരു റിക്വയർമെൻ്റ് ആണ്. മുംബൈയിലും ചെന്നൈയിലും കൊൽക്കത്തയിലും ഒക്കെയാണ് നിങ്ങൾ കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് IMUൻ്റെ സ്പോട്ട് കൗൺസിലിങ്ങിന് പങ്കെടുക്കാൻ IMU കൊച്ചിയിൽ പോയാൽ മതി എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്പോട്ട് കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ഏത് കോളേജിൽ നിന്നാണ് ഈ ഒരു കൗൺസിലിങ്ങിന് പങ്കെടുക്കുന്നത് എന്ന കാര്യം മെൻഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ IMU കൊച്ചിയിലാണ് സ്പോട്ട് കൗൺസിലിങ്ങിന് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ കാര്യം കൃത്യമായിട്ട് കൊടുക്കാനും ഓർക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫീസ് ഒന്നും ഈടാക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. 29 IMU ക്യാമ്പസിൽ രാവിലെ 9:30 മുന്നേ തന്നെ എത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സീറ്റ് അലോക്കേറ്റ് ആയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഫീസൊക്കെ പേ ചെയ്യാനുള്ളത്. പേ ചെയ്യാനുള്ള ഫീസ് നിങ്ങൾക്ക് DD ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ പേ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് DD ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അഡ്മിഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസായിട്ട് 1,22,500 റുപ്പീസ് കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഒരു 30,000, പിന്നെ നിങ്ങൾക്ക് പ്രോഗ്രാം ഫീ ആയിട്ട് ഒരു 30,000, അതുകൂടാതെ നിങ്ങളുടെ കൗൺസിലിംഗ് ഫീ ആയിട്ട് ഒരു 10,000 റുപ്പീസുമാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ എല്ലാം കൂട്ടി 1,92,500 റുപ്പീസാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് കൗൺസിലിങ്ങിന് പോകുന്നതിൻ്റെ മുന്നേ ഈ ഒരു ഫണ്ടൊക്കെ റെഡിയാക്കി DD ഒക്കെ റെഡിയാക്കി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്പോട്ട് കൗൺസിലിങ്ങിന് ആവശ്യമുള്ള ഡോക്യുമെൻസിനെ കുറിച്ചും എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ കുറിച്ചുമൊക്കെ IMUൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ IMU വെബ്സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 2025 സ്പോട്ട് കൗൺസിലിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും IMU CET ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ IMUൻ്റെ സ്പോട്ട് കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.